ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ഓം നമസ്തേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 23-ാമത്തെ ശ്ലോകമാണ്. 23-ാമത്തെ ശ്ലോകം നമ്മൾ 22 വരെ പഠിച്ചു അല്ലേ. അർജുനൻ ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു, രഥം ഈ 2 സൈന്യങ്ങളുടെയും മധ്യത്തിലാക്കി കൊണ്ടുപോയി ഒന്ന് നിർത്തൂ, എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണം, ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അവിടം വരെ നിർത്തി. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. 23-ാമത്തെ ശ്ലോകം നോക്കാം. യോത്സ്യമാനാനവേക്ഷേഹം യോത്സ്യമാനാനവേക്ഷേഹം യേദേത്ര സമാഗതാഃ യേദേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ യുദ്ധേ പ്രിയചികീർഷവഃ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. യോത്സ്യമാനാൻ യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുന്ന അവരെ, യുദ്ധം ചെയ്യാനായിട്ട് വന്നു നിൽക്കുന്നവരെ. അവേക്ഷ കാണട്ടെ, അവേക്ഷ കാണട്ടെ. അഹം ഞാൻ കാണട്ടെ, അഹം ഞാൻ. ഏതേ യാതൊരുവനാണോ, ആരൊക്കെയാണോ, അത്ര ഇവിടെ, അത്ര ഇവിടെ, സമാഗതഃ വന്നെത്തിയിരിക്കുന്നത്, വന്നെത്തിയിട്ടുള്ളത്. ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രയുടെ പുത്രന്മാർ, ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രയുടെ പുത്രന്മാരായിട്ട് ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? ദുർബുദ്ധേഹേ അവരെങ്ങനെയുള്ളവരാണ്? അർജുൻ ഇപ്പോഴും അവരുടെ ആ ദുർബുദ്ധിയെക്കുറിച്ചാണ്. ദുർബുദ്ധേഹേ ദുഷ്ടബുദ്ധികളാണ് അവർ. അർജുനോടും പാണ്ഡവരോട് ചെയ്ത ദ്രോഹങ്ങളെക്കുറിച്ച് ഓർത്ത് അതിപ്പോഴും അർജുനൻ്റെ ഉള്ളിൽ പുകയുകയാണെന്ന് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ ദുർബുദ്ധിയായ. യുദ്ധേ യുദ്ധത്തിൽ പ്രിയചികീർഷവഃ പ്രിയചികീർഷവഃ പ്രിയം ചെയ്യുവാൻ ഇച്ഛയായിട്ടുള്ളവരെ, ഇച്ഛയുള്ളവരായിട്ട് പ്രിയം ചെയ്യുവാൻ ആ ധാർത്തരാഷ്ട്രന്മാരോട് അവർ ദുഷ്ടബുദ്ധികളായിട്ടും അവരോട് പ്രിയം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രിയം ചെയ്യുവാൻ ഇച്ഛിച്ചവരായിട്ട്. നമുക്ക് നോക്കാം, ശ്ലോകം നോക്കാം. യോത്സ്യമാനാനവേക്ഷേഹം യേദേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. ശ്ലോകത്തിൻ്റെ മുഴുവനായ അർത്ഥം നോക്കാം. ദുഷ്ടബുദ്ധിയായ ദുര്യോധനന് ഇഷ്ടമാം വിധം, ദുര്യോധനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദുര്യോധനൻ്റെ ഇഷ്ടം നോക്കിയിട്ട് ഇഷ്ടമാം വിധം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച, അതിനായിട്ട് കൗരവപക്ഷത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചവരായിട്ട് യാതൊരുവൻ, ആരൊക്കെയാണോ ഇവിടെ യുദ്ധത്തിൽ വന്നെത്തിയിരിക്കുന്നത്, വന്നെത്തിയിട്ട് ഉള്ളത്, ആരൊക്കെ വന്നെത്തിയിട്ടുണ്ടോ ആ യുദ്ധതൽപരരെ, ആ യുദ്ധമോഹികളെ ഞാൻ കാണട്ടെ. അർജുനൻ കൗരവപക്ഷത്തെ മുഴുവനാണ്. അവിടെയുള്ള ദുഷ്ടബുദ്ധികളായ ധാർത്തരാഷ്ട്രന്മാരെ മാത്രമല്ല, അവരുടെ വിജയം ആഗ്രഹിച്ച് അവരോട് കൂടെ ചേർന്ന്
യുദ്ധം ചെയ്യാൻ അവരുടെ പ്രിയം ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരെ എല്ലാവരെയും ഞാനൊന്ന് കാണട്ടെ എന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമുക്കൊന്നുകൂടെ ശ്ലോകം ചൊല്ലാം. യോത്സ്യമാനാനവേക്ഷേഹം യേദേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. നമുക്കറിയാം, ഇവിടെ കൗരവരുടെ ഭാഗത്ത് അർജുനൻ്റെ ശത്രുക്കൾ മാത്രമല്ല, രാജ്യം ഭരിക്കുന്നത് ധൃതരാഷ്ട്രമാണ്. അതുകൊണ്ട് ആ ധൃതരാഷ്ട്രയുടെ ദാസന്മാരായിട്ട്, ഇല്ലെങ്കിൽ ധൃതരാഷ്ട്രർക്ക് പ്രിയം ചെയ്യാൻ അധികാരമോഹികളുടെ അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും, ധർമ്മം എവിടെയാണെന്ന് അറിയാമെങ്കിലും അതൊന്നും കാണാതെ അധികാരം എവിടെയുണ്ടോ അവരുടെ കൂടെ നിൽക്കുന്നവരും, അവർക്ക് പ്രിയം ചെയ്യാൻ, അവർ ദുഷ്ടബുദ്ധികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർ, അവരെ എല്ലാവരെയും ഞാനൊന്ന് കാണട്ടെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ തൻ്റെ കർമ്മരംഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ചെയ്യുന്നത്? എല്ലാവരെയും നിരീക്ഷിക്കുകയാണ്. ആ കർമ്മത്തെ, ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മത്തെ നിരീക്ഷിക്കുകയാണ്. അവിടെ ഇപ്പോൾ കാണുന്നത് എന്താണ്? അവിടെ തിന്മകൾ മാത്രമല്ല അർജുനൻ കാണുന്നത്, നന്മയുള്ളവരുമുണ്ട്. നന്മയുള്ളവരും അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവർക്കൊന്നും അധികാരത്തിനെതിരെ ശബ്ദിക്കാൻ പറ്റുന്നില്ല. അധികാരം എവിടുണ്ടോ അതിനോട് കൂട്ടുപിടിച്ച്, പവർ എവിടുണ്ടോ അതിനോട് കൂട്ടുപിടിച്ച്, നന്മ ഉള്ളവരാണെങ്കിൽ പോലും, അറിവുള്ളവരാണെങ്കിൽ പോലും അവർ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട യുദ്ധമാണ്. തിന്മയെ മാത്രമല്ല ജയിക്കേണ്ടത്, നന്മയും ജയിക്കേണ്ടതുണ്ട്. ചില അറ്റാച്ച്മെൻറ്റുകളെ നമ്മൾ മാറ്റി നിർത്താതെ നമുക്ക് ഈ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. നന്മയായിരിക്കാം. ഉദാഹരണമായി ശ്രീ ശങ്കരാചാര്യർ, അദ്ദേഹത്തിന് ഇവിടം വിട്ടു പോകണം, അമ്മയെ വിട്ടു പോകണം, സന്യാസം സ്വീകരിക്കണം, യാത്ര ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി അമ്മ അനുവാദം കൊടുക്കുന്നില്ല. അമ്മയുടെ നന്മയാണ്, അമ്മയുടെ സ്നേഹമാണ്, അമ്മയുടെ അറ്റാച്ച്മെൻ്റാണ്. പക്ഷെ അതിനെ ജയിച്ചേ പറ്റൂ, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിത ലക്ഷ്യം കൈവരിക്കാൻ പറ്റുള്ളൂ. അതിനെയും ജയിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഉള്ള പാഠമാണ്. നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തിന്മകളെ മാത്രമല്ല ചില നന്മകളെയും ഒക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ടാവും. നോക്കിയാൽ ഇവിടെ ദുഷ്ടബുദ്ധികളായ, നമുക്കറിയാം ഇവരെന്തൊക്കെ ചെയ്തു. ഇന്ദ്രപ്രസ്ഥം കൊടുത്തു. ആ ഇന്ദ്രപ്രസ്ഥം അവർ കഷ്ടപ്പെട്ട് വെറും കാട് പിടിച്ച് കിടന്നിരുന്ന ഭൂമിയെ ഉഴുതു കിളച്ച് മറിച്ച് ഫലഭൂയിഷ്ടമായ ഭൂമിയാക്കി അവിടെ വലിയ കൊട്ടാരം, മനോഹരമായ ഒരു കൊട്ടാരം നിർമ്മിച്ച് അവരവിടെ കഴിയുമ്പം, അവിടെ അവർ രാജസൂയ യാഗം നടത്താൻ ഒരുങ്ങുമ്പം അവിടേക്ക് ഹസ്തിനപുരിയിലുള്ളവരെ എല്ലാവരെയും ക്ഷണിച്ചു. അവർ അവിടെ വന്നിട്ട് അതെല്ലാം കണ്ട് അസൂയ പൂണ്ട് അതെല്ലാം ഇവരിൽ നിന്ന് തട്ടിയെടുക്കണം, നശിപ്പിക്കണം. അതിനുവേണ്ടി ഇവരിൽ മൂത്തപുത്രനായ ധർമ്മപുത്രരല്ലേ യുധിഷ്ഠിരൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കി ചൂതു കളിക്കാൻ അവരെ വിളിച്ചു. അങ്ങനെ കള്ളച്ചൂത് കളിച്ച് അവരെ തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ആ രാജ്യമെല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. നോക്കൂ, കൗരവരുടെ സഭയിലേക്കാണ് വിളിച്ചു വരുത്തിയത്, ഹസ്തിനപുരിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചൂത് കളിക്കുന്നത്. ഇത്രയും അറിവുള്ള എല്ലാ വ്യക്തികളും ഇരിക്കുകയാണ്. അറിവുള്ള ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, എല്ലാവരുടെയും മുന്നിലാണ് ഈ ചൂതുകളി അരങ്ങേറുന്നത്. ഹസ്തിനപുരിയെ കാത്തുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത് നിൽക്കുന്ന ഭീഷ്മർക്ക് പോലും മിണ്ടാൻ പറ്റിയില്ല. അധികാരം കയ്യിലില്ല. വെറും ഒരു കാവൽക്കാരനായി കാത്തു നിൽക്കുകയാണ്. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണെങ്കിലും വന്ന് ഭവിക്കുന്നതാണ്. അവിടെ എല്ലാം പണയം വെച്ചു, രാജ്യവും കൊട്ടാരവും എല്ലാം പണയം വെച്ചു, സ്വന്തമായിട്ട് അവനവനെ തന്നെ പണയം വെച്ചു, പിന്നെ അനുജന്മാരെ പണയം വെച്ചു. അതെല്ലാം കഴിഞ്ഞ് സ്വന്തം ഭാര്യയായ പാഞ്ചാലിയെ പണയം വെച്ചു. ആ കൗരവസഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപമൊക്കെ ചെയ്യുന്നു, പണയ വസ്തുവാണെന്നും പറഞ്ഞ്. അതെല്ലാം ഈ ധീരന്മാരുടെ മുന്നിൽ വെച്ചാണ് ആ സ്ത്രീ അതൊക്കെ സഹിക്കുന്നത്. ഈ വിദ്വാൻമാരുടെ മുന്നിൽ വെച്ചാണ്, ഈ ധർമ്മിഷ്ഠന്മാരുടെ മുന്നിൽ വെച്ചാണ്
ഈ അറിവിൻ്റെ എല്ലാ അറിവും തികഞ്ഞ ഭീഷ്മാചാര്യരുടെയൊക്കെ മുന്നിൽ വെച്ചാണ്. ആരും ഒന്നും ശബ്ദിച്ചില്ല എതിർത്ത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ചൂതുകളി പോലുള്ള മദ്യപാനം, ചൂതുകളി, ഇതൊക്കെ നമ്മുടെ തന്നെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നു. നമ്മളല്ലാതായിത്തീരുന്നു. പിന്നെ സംഭവിക്കുന്നതൊക്കെ വളരെ വിനാശമായിരിക്കും. അതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പോലുള്ള ഭയങ്കര വിനാശകരമായ അധപ്പതനങ്ങളായിരിക്കും. എത്ര അറിവുള്ളവരായാലും, എത്ര ധീരന്മാരായാലും, എത്രയെത്ര വലിയ ആൾക്കാരായാലും ഇതൊക്കെ സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മഹാഭാരതം. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്ത്രീയെ അപമാനിക്കുന്നു. ദുര്യോധനൻ തൻ്റെ അനുജനായ ദുശാസനോട് പറഞ്ഞു, അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് വരൂ ഇവിടെ രാജധാനിയിലേക്ക്, അവൾ ദാസിയാണ്, നമ്മുടെ ദാസിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ച് ആ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് വസ്ത്രമഴിക്കാൻ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് വസ്ത്രമഴിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് നോക്കൂ, ആ ഹസ്തിനപുരിയുടെ നാശമാണ് പിന്നെ കാണുന്നത്. എവിടെയും സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ പിന്നെ അവിടെ നാശം തന്നെ ഉണ്ടാകുമെന്നുള്ള വ്യാസമഹർഷി കാട്ടിത്തരികയാണ്. കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു രാജ്യം തന്നെ നശിക്കുകയാണ്. അതിൻ്റെയൊക്കെ പരിണിതഫലം ഈ ചെയ്തവർ മാത്രമല്ല, അതിനോട് ചേർന്ന് നിന്ന് എല്ലാവരും അനുഭവിച്ചു എന്നുള്ളതാണ് നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നത്. അങ്ങനെ പിന്നെ വീണ്ടും ദ്രൗപദിയുടെ കാരുണ്യത്താൽ ഭർത്താക്കന്മാരെയൊക്കെ ഈ അടിമത്തത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ അപ്പോൾ അടുത്ത എഗ്രിമെൻ്റ് ആക്കി വെച്ചതാണ് ഈ 12 വർഷം വനവാസം ചെയ്യണം, പിന്നെ 1 വർഷം അജ്ഞാതവാസവും. അജ്ഞാതവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷം വനത്തിൽ വസിച്ചിട്ട് വന്ന് 1 വർഷം ഏതെങ്കിലും ഒരു രാജ്യത്ത് തന്നെ വസിക്കണം, വേഷം മാറിയേ. അതിനോടകത്ത് പിടിക്കപ്പെട്ടാൽ, ഏത് രാജ്യത്താണ് വസിക്കുന്നതെന്ന് കൗരവർ കണ്ടുപിടിച്ച് പിടിക്കപ്പെട്ടാൽ പാണ്ഡവർ വീണ്ടും 12 വർഷം വനവാസവും വീണ്ടും അജ്ഞാതവാസവും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായിരുന്നു അവരുടെ കണ്ടീഷൻ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അജ്ഞാതവാസത്തിലും വിജയിച്ച് 12 വർഷം വനവാസം കഴിഞ്ഞ് 1 വർഷം വിരാടൻ രാജ്യമെന്ന് പറയുന്ന രാജ്യത്ത് അജ്ഞാതവാസവും കഴിഞ്ഞ് അജ്ഞാതവാസം തീർന്നു കഴിഞ്ഞപ്പോഴാണ് തീരുന്ന ആ ദിവസം വന്നു. കണക്ക് പ്രകാരം നോക്കിയാൽ ആ ദിവസം ഒരു അജ്ഞാതവാസം കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴേക്കും കൗരവരിൽ ഒരു സൂചന കിട്ടുന്നു. അവിടെ വിരാട രാജ്യത്തിലേക്ക് രാജ്ഞിയുടെ സഹോദരനായ കീചകൻ വധിക്കപ്പെട്ടു. കൗരവർ വിചാരിച്ചു അത്രയും വലിയ ശക്തനായ കീചകൻ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊന്നത് ഭീമനായിരിക്കും, അവിടെ ഭീമൻ ഉണ്ടാവും, ഇവർ പാണ്ഡവർ അവിടെ ആയിരിക്കും, അവരെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് വിരാട രാജ്യത്തേക്ക് ഈ കൗരവർ മുഴുവനും കൂടെ പോകുന്നത്. മുഴുവൻ കൗരവ സൈന്യവും, അന്നുകൊണ്ട് ഈ ഭീഷ്മരും ദ്രോണരും എല്ലാവരും ചേർന്നുള്ള എല്ലാ യോദ്ധാക്കളും, ഇന്ന് അണിനിരന്നിരിക്കുന്ന യോദ്ധാക്കളെല്ലാം അതിൽ ഉണ്ടായിരുന്നു. കർണനും എല്ലാവരും കൂടെ ചേർന്നാണ് വിരാട രാജ്യത്തെ ആക്രമിക്കുന്നത്. അവരുടെ പശുക്കളെ, അന്നത്തെ കാലത്ത് പശുവെന്ന് പറയുന്നത് വലിയ സമ്പത്താണ്. എല്ലാവരും പശുക്കളെ കൊണ്ടും കൃഷികളെ കൊണ്ടും ഒക്കെ കൊണ്ട് ഉപജീവനം നടത്തുന്നവരായിരുന്നു. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സമ്പത്ത്, ഒരുപാട് പശുക്കളെയൊക്കെ കൗരവർ അപഹരിച്ചുകൊണ്ട് പോകുന്നു. വിരാട രാജാവ് വേറൊരു സൈന്യം വന്ന് വേറൊരു അതിർത്തിയിലൂടെ ആക്രമിച്ചുകൊണ്ട് അങ്ങോട്ട് യുദ്ധത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ രാജ്യത്ത് ആരും ഇല്ലെന്ന് മനസ്സിലാക്കി തന്നെയാണ് കൗരവർ ആക്രമിക്കാൻ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ വേഷം മാറി നിന്നിരുന്ന ബൃഹന്തള എന്ന പേരിൽ പെൺവേഷത്തിലാണ് അർജുനൻ അവിടെ നിന്നത്. അവിടെ രാജകുമാരിയായ ഉത്തരയെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന ഒരു പെൺവേഷത്തിലാണ്, ബൃഹന്തള എന്ന വേഷത്തിലാണ് അവിടെ നിന്നത്. അവിടെ പെട്ടെന്ന് അവിടുത്തെ രാജകുമാരൻ ഉത്തരന് ധൈര്യം പകർന്നുകൊണ്ട് ബൃഹന്തളയും ഉത്തരനും കൂടെ കൗരവ സൈന്യത്തെ ആക്രമിക്കാൻ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഈ സൈന്യത്തെ എല്ലാം കണ്ടപ്പോൾ ഉത്തരൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അർജുനന് അറിയാം അജ്ഞാതവാസത്തിൻ്റെ സമയം കഴിഞ്ഞു. അർജുനൻ പോയി അർജുനൻ്റെ വില്ലെല്ലാം എടുത്തുകൊണ്ട് വന്ന്, ഗാന്ധീവമെല്ലാം എടുത്തുകൊണ്ട് വന്ന് വില്ലുകുലച്ച് ഈ ഉത്തരനെ കൊണ്ട് തേര് തെളിപ്പിച്ച്
ഈ സൈന്യത്തെ മുഴുവനും ഒറ്റയ്ക്ക് ധീരമായിട്ട് പോരാടി ജയിച്ചു. ഇവരെല്ലാം തിരിച്ചോടുകയായിരുന്നു, ആരെയും കൊന്നില്ല. അവരെ തോൽപ്പിച്ചാൽ മതിയായിരുന്നു അന്ന്. അത്രയും ധീരനായ അർജുനനാണ് ഇവിടെ എനിക്കിവരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ യുദ്ധക്കളത്തിൽ മോഹാലസ്യപ്പെട്ട് ഇവരെയൊക്കെ കൊല്ലേണ്ടി വരും. കാരണം അന്ന് യുദ്ധം ചെയ്തത് ഇവരെയൊക്കെ തോൽപ്പിച്ചോടിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ സ്വത്ത് തിരിച്ച് എടുക്കാൻ വേണ്ടി, അതിജീവനത്തിന് വേണ്ടി നിലനിന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഈ യുദ്ധം എന്ന് പറയുന്നത് രണ്ടിലൊന്ന് തീരുമാനമാണ്, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിക്കുക. അത്രയും ഭയാനകമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഈ ദുഷ്ടബുദ്ധികളെ എല്ലാം നേരത്തെ നേരിട്ടിട്ടുള്ളതാണ്. എന്നിട്ടും തൻ്റെ നിർണായകമായ ഈ യുദ്ധരംഗത്ത് അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, എനിക്ക് എൻ്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്നവരെ എല്ലാം ഒന്ന് കാണണം. ആ നിരീക്ഷണ പാടവം അപ്പോൾ അർജുനൻ തിരിച്ചറിയുകയാണ്, അവിടെ തിന്മകൾ മാത്രമല്ല നന്മകളുമുണ്ട്. അതിനെയും ഞാൻ അതിജീവിക്കേണ്ടതുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരു, എന്നെയും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കണ്ട എൻ്റെ ഗുരു, എൻ്റെ പിതാമഹൻ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് എന്നെ ഏറ്റവും അധികം സ്നേഹിച്ച എൻ്റെ പിതാമഹൻ, തിരിച്ചു ഞാനും ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന എൻ്റെ പിതാമഹനായ ഭീഷ്മർ, ഇവരൊക്കെ അണിനിരന്നിരിക്കുകയാണ്. കുലഗുരുവായ കൃപാചാര്യര്, ഇവരൊന്നും എന്നോട് ദ്രോഹം ചെയ്തവരല്ല. പക്ഷെ എനിക്ക് കൗരവരെ ജയിക്കണമെങ്കിൽ ഇവരെ എല്ലാം ജയിച്ചേ പറ്റൂ. എനിക്ക് ആ ദുഷ്ടശക്തികളെ ജയിക്കണമെങ്കിൽ ഈ നന്മകളെ ആദ്യം വിജയിച്ച് ഈ ഒരു പടി കടന്നു ചെന്നിട്ട് വേണം. അതുകൊണ്ട് എനിക്ക് അവരെ എല്ലാം കാണണം. എന്തൊക്കെ ഉണ്ടോ എനിക്ക് തടസ്സമായിട്ട്, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിനെയെല്ലാം എനിക്ക് നിരീക്ഷിക്കണം എന്ന് കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ്. നോക്കൂ, നമ്മുടെ എല്ലാ കർമ്മത്തിലും നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരുന്നത്, നമുക്ക് എതിർക്കേണ്ടി വരുന്നത് തിന്മകളോട് മാത്രമല്ല, എല്ലാത്തിനെയും നമുക്ക് അതിൻ്റേതായ രീതിയിൽ എതിർത്ത് വേണം മുന്നോട്ട് പോകാൻ. എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിക്കേണ്ടതുണ്ട്. അത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നു. എത്ര ധർമ്മിഷ്ഠരായാലും എത്ര സ്നേഹനിധികളായാലും അവരെ എനിക്ക് എതിർത്തേ പറ്റൂ. ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് കാണണം എന്ന് കൃഷ്ണനോട് പറയുകയാണ്. എനിക്ക് നിരീക്ഷിക്കണം. നമ്മളുമൊക്കെ ആ നിരീക്ഷണ പാടവത്തോടു കൂടി വളർന്നു വരണം എന്നാണ് ഈ ശ്ലോകം നമ്മളെ കാണിക്കുന്നത്. നിരീക്ഷണം ചെയ്യണം. ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഒന്ന് വിലയിരുത്തണം, നല്ലതുപോലെ സ്റ്റഡി ചെയ്യണം. നമ്മളവിടെ എന്തൊക്കെ അതിജീവിച്ച് ജയിക്കണം എന്ന്, എന്തിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് ജയിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിക്കണം എന്നാണ് ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. യോത്സ്യമാനാനവേക്ഷേഹം യേദേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. ശ്ലോകം നന്നായി മനസ്സിലാക്കി ഓരോരുത്തരായിട്ട് എല്ലാവരും നന്നായിട്ട് ചൊല്ലി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമസ്തേ.